നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എൻ്റെ ചെവിയിലുള്ള ഈ TWSന്റെ അകത്തുള്ള മൈക്രോഫോൺസിൽ നിന്നാണ് റെക്കോർഡ് ആകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ബോട്ടിന്റെ എയർഡോപ്സ് ആറ്റം 81 എന്ന് പറയുന്ന 1299 രൂപയുടെ ലോഞ്ച് പ്രൈസിൽ ഇറക്കിയിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിടിലൻ TWS ആണ്. സോ ഇതാണ് ബോക്സിന്റെ പുറത്ത് ഇയർഫോൺസിന്റെ പടവും അതേപോലെ തന്നെ കുറേയധികം ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. ബോക്സിനകത്ത് മറ്റ് ബോട്ട് ഇയർഫോൺസിൽ കാണുന്ന പോലെ തന്നെ യൂസർ മാനുവലും പേപ്പർ വർക്ക്സും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതിനകത്ത് FAQ കാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇയർഫോൺസിൽ പ്രശ്നങ്ങൾ വരികയാണ്, ഒരു സൈഡൊന്നും കേൾക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു USB Type-C കേബിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ TWSും അതിനകത്തിരിപ്പുണ്ട്. സോ TWS കയ്യിലെടുത്തപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻ പറഞ്ഞാൽ വളരെ സ്ലിം ആയിട്ടുള്ള TWS ആണ്. വളരെ സ്ലിം എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം, യാതൊരു പ്രോബ്ലവും വരുന്നില്ല. ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്, താഴെ ചെറിയൊരു ഡോട്ട് ഉണ്ട്, അതിനകത്ത് LED ആണ്, താഴെ USB Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കകത്ത് TWS ഇരിക്കുന്നത് കാണാം. ഈ TWSന്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇത് ഒരു ഹാഫ് ഇൻ ഇയർ ടൈപ്പ് TWS ആണ്. അതായത് ഒരു ബഡ്സ് ടൈപ്പ് അല്ല, മറിച്ച് ചെവിയുടെ അകത്ത് മുഴുവനായിട്ട് കയറില്ല, പകുതി മാത്രം കയറുന്ന ടൈപ്പിലുള്ള ഒരു TWS ആണ്. ഇതിന്റെ ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ ചെവിയിൽ വെക്കുന്ന ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷ് തന്നിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്കൊരു മൈക്രോഫോൺ കാണാം, ഇവിടെ ആയിട്ട് ഒരു LED ഇൻഡിക്കേറ്ററിനുള്ള ഹോൾ ഉണ്ട്, താഴെ ബോട്ടിന്റെ ലോഗോ ഉണ്ട്, ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ചാർജിങ് പിന്നും മറ്റൊരു മൈക്രോഫോണും കൂടെ കാണാൻ പറ്റും. യെസ്, ഈ TWSനകത്ത് 4 മൈക്രോഫോൺസ് അഥവാ ക്വാഡ് മൈക്രോഫോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ENX ടെക്നോളജി ഉണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം നമ്മൾ മൈക്രോഫോൺ കേട്ടപ്പോൾ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ വോയിസ് മാത്രം കേൾക്കാൻ പറ്റുന്നത്. ചുറ്റും ആംബിയൻ നോയ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും. പ്രത്യേകിച്ചും ENX ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആണ്. ഈ LED ഇൻഡിക്കേറ്ററിന്റെയും ബോട്ട് ലോഗോയുടെയും ഇടയിലുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് ടച്ച് കൺട്രോൾസും വരുന്നുണ്ട്. ഇതിന്റെ ഡിസൈൻ ചെറുതായിട്ടൊരു ആംഗിൾഡ് രീതിക്കാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചെവിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു ഡിസ്കംഫർട്ടും വരില്ല എന്ന് മാത്രമല്ല, നമ്മളിങ്ങനെ ചരിക്കുന്ന സമയത്തൊന്നും ഇത് ചെവിയിൽ നിന്നും അടർന്നു പോകുന്നില്ല. സോ വളരെ നല്ലൊരു ഫിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കൃത്യം ഏകദേശം 3 ദിവസമാണ് ആവുന്നത്. ഈ 3 ദിവസത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. സോ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് പറയുവാണെങ്കിൽ കമ്പനി പറയുന്നത് 50 അവേഴ്സിന്റെ ഒരു പ്ലേ ബാക്ക് ടൈം ആണ്. സോ ഈ ഒരു കേസ് നിങ്ങൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 മണിക്കൂറോളം ടോട്ടൽ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇൻഡിവിജ്വലി നിങ്ങൾ കേസിന്റെ പുറത്തെടുത്തിട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെയും കിട്ടും, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾ എത്രയാണ് വോളിയം ലെവൽ വെക്കുന്നത്. സോ ഒട്ടും ഡിസപ്പോയിന്റിംഗ് അല്ലാത്ത ഒരു TWS തന്നെയാണ്. എപ്പോഴും ഒരു ഹാഫ് ഇൻ ഇയർ ഇയർഫോൺസ് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വരുന്ന ഡൗട്ടാണ്, ഇതിൻ്റെ ബേസ് നല്ലതായിരിക്കുമോ, എങ്ങനെയായിരിക്കും ഓഡിയോ ക്വാളിറ്റി എന്ന്. അങ്ങനെ ഞാൻ ഇത് ചെവിയിൽ വെച്ച് നോക്കി. കമ്പനി പറയുന്നു ഇതിനകത്ത് 13mm ഡ്രൈവേഴ്സ് ഉണ്ട് എന്ന്. ഞാൻ ഒരു പാട്ട് വെച്ച് നോക്കി. സർപ്രൈസിംഗ്ലി ഹാഫ് ഇൻ ഇയർ ആയിട്ട് പോലും എനിക്ക് ആക്ച്വലി ഒരു ബേസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. യെസ്, ചില ആൾക്കാർ ബേസ് എന്ന് പറയും, ചില ആൾക്കാർ ബാസ് എന്ന് പറയും. എന്തായാലും ഒരു ഹാഫ് ഇൻ ഇയർ ഇയർഫോൺസിൽ ഈ ഒരു ബേസ് കിട്ടുക എന്ന് പറയുന്നതിന് വളരെ നല്ല കാര്യമാണ്. എന്താ പറയുക, ഒരു വെൽ ട്യൂൺഡ് ആയിട്ടുള്ള ഓഡിയോ. ബേസിന് ബേസ് ഉണ്ട്, ട്രബിൾസ് ഉണ്ട്, വോക്കൽസും പക്കയാണ്, മിഡ്സും ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഡെഫിനറ്റ്ലി ഓഡിയോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. അതിന് പകരം ട്യൂൺ ചെയ്ത ഓഡിയോ എന്ന് തന്നെ പറയാം. സോ ഒരു വോയിസ് കോൾ എടുക്കാനാണെങ്കിലും, നിങ്ങൾക്കൊരു സിനിമ കാണാനാണെങ്കിലും, പാട്ട് കേൾക്കാനാണെങ്കിലും നിങ്ങൾക്ക് 3 എണ്ണത്തിലും കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മേടിച്ച് കഴിഞ്ഞാൽ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാം. പൊതുവെ ഗെയിമിംഗ് സുഹൃത്തുക്കൾക്ക് ഞാൻ TWS റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ TWS തന്നെ വേണം എനിക്ക് ഗെയിമിംഗ് കളിക്കണോ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ലേറ്റൻസി മോഡിലേക്ക് പോകും. സോ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലേറ്റൻസി കുറവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു TWS യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഇതിനകത്ത് നിങ്ങൾക്ക് ASAP ചാർജിങ് ലഭിക്കുന്നുണ്ട്. ASAP ചാർജിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ TWS ഉപയോഗിച്ച് മുഴുവൻ ബാറ്ററിയും തീർന്നിരിക്കുകയാണെങ്കിൽ ഈ കേസിനകത്ത് ജസ്റ്റ് 5 മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 1 മണിക്കൂർ അഥവാ 60 മിനിറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററി എഫിഷ്യൻസിയും ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യാനുള്ള വേറൊരു കാരണം ഞാൻ ഇത് കണ്ടത്, ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.3 വെർഷൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.3 വെർഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്ലസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി ഉണ്ട്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ TWSന്റെ ഈ ഒരു പെട്ടി ജസ്റ്റ് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണുമായിട്ട് ചടേ എന്ന് പറഞ്ഞ് പെയർ ആവും. ജിമ്മിലൊക്കെ ഒരു TWS യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ജിമ്മിൽ യൂസ് ചെയ്യാം. ഇത് IPX5 റേറ്റഡ് ആണ്. IPX5 എന്ന് പറഞ്ഞാൽ സ്വെറ്റ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ സ്വെറ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഫുൾ അങ്ങോട്ട് മുക്കി വെക്കരുത്.
ചെറിയ രീതിയിൽ ചെറിയ തോതിൽ ഇങ്ങനെ മഴയൊക്കെ തെറിക്കുവാണ്, സ്വെറ്റൊക്കെ കൊള്ളുവാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും വരില്ല. ഈ ചാർജ് ചെയ്യാനായിട്ട് ടൈപ്പ് സി കേബിൾ നിങ്ങൾക്ക് പെട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുത്തുന്ന സമയത്ത് ദയവിട്ടൊരു ചെറിയൊരു ഗ്രീൻ LED കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 1 ടാപ്പിൽ അസിസ്റ്റന്റ് ഗൂഗിൾ അസിസ്റ്റന്റ് വിളിക്കാൻ പറ്റും. ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടാപ്പിൽ സിറിയെ വിളിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ TWS ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത് ആമസോണിന്റെ വെബ്സൈറ്റിലും ബോട്ടിന്റെ വെബ്സൈറ്റിലുമാണ്. സോ രണ്ടിടത്തും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനിഷ്യൽ ലോഞ്ച് പ്രൈസ് 1299 ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ഇൻ ഇയർ ഇയർഫോൺസ് വേണം, എന്നാൽ സൗണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്താൻ പാടില്ല, ബാറ്ററി ക്വാളിറ്റിയിലും കോംപ്രമൈസ് വരുത്താൻ പാടില്ല, മൈക്ക് ക്വാളിറ്റിയിലും കോംപ്രമൈസ് വരുത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു TWS ആണ് ഈ ഒരു ബോട്ടിൻ്റെ Airdopes Atom 81. വീഡിയോയുടെ തുടക്കം തൊട്ട് ഇത്രയും നേരം വരെ ഈ ഒരു സാധനം എൻ്റെ ചെവിയിൽ തന്നെ ഇരിക്കുന്നത്. ഫിറ്റിനും കംഫർട്ടിനും യാതൊരു പ്രശ്നമില്ല. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ചെക്ക് ചെയ്ത് നോക്കാം, പർച്ചേസ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാൻ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.